ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. 6 വയസ്സായ ആ പിഞ്ചു ബാലികയെ ക്രൂരമായി കൊന്ന് കെട്ടിത്തൂക്കിയ ആ നീചൻ ആരാണ്? ഒരാൾ ഇപ്പോൾ നിലവിലുണ്ടെന്ന് പറയുന്നു. അവനാണെന്ന് പറയപ്പെടുന്നു, അല്ലാന്നും പറയപ്പെടുന്നു. നിയമത്തിനൊട്ടും തെളിയിക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നു. ഓക്കെ, അതൊക്കെ അങ്ങനെ നിന്നുകൊള്ളട്ടെ. നിയമത്തിൻ്റെ വശമല്ല ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അവൻ ആരായാലും ആ വൃത്തികെട്ടവനെക്കുറിച്ചാണ്, ആ നീചനെക്കുറിച്ചാണ്, ആ നികൃഷ്ട ജന്മത്തെക്കുറിച്ചാണ്. 3 വയസ്സ് മുതൽ തുടങ്ങിയ പീഡനം എന്നാണ് പറയപ്പെടുന്നത്. 3 വയസ്സിൻ്റെ ബാല്യം പോലും തിരിച്ചറിയാൻ സാധിക്കാത്തവനെ പേപ്പട്ടി എന്ന് വിശേഷിപ്പിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അവരൊരു മനുഷ്യനായിരുന്നുവെങ്കിൽ ആ 3 വയസ്സിൻ്റെ ബാല്യത്തെ തിരിച്ചറിയുമായിരുന്നു. നാട്ടിൻ പുറത്തൊക്കെ ഒരു പേ പിടിച്ച പട്ടിയെ കണ്ടാൽ സാധാരണ എന്താ ചെയ്യാറ്? നശിപ്പിച്ച് കളയുക. അതാണ് പ്രായോഗികം. എളുപ്പമാർഗം അതാണ്. പക്ഷേ ഈ പേ പിടിച്ച പട്ടിയെ നമുക്കായിട്ട് നശിപ്പിച്ച് കളയാൻ സാധിക്കത്തില്ല. അതിന് നിയമവശം അനുവദിക്കുന്നില്ല. എങ്കിലും അവനുള്ള ഏറ്റവും വലിയ ശിക്ഷ അത് തന്നെയാണെന്ന് പറയാതെ വയ്യ. എല്ലാവരുടെ വീട്ടിലും ഈ പ്രായത്തിലുള്ള മക്കളും കൊച്ചുമക്കളും അങ്ങനെ എല്ലാവരുമുണ്ട്. അവരെയെല്ലാം നമ്മൾ സ്നേഹിച്ച് താലോലിച്ച് വളർത്തുകയാണ് ചെയ്യുന്നത്. അടുത്ത വീട്ടിലൊരു ഇതേ പ്രായത്തിലോ അല്ലെങ്കിൽ അതിനപ്പുറമുള്ള ഒരു കുട്ടിയെ കണ്ടാൽ മനുഷ്യരായി ജനിച്ച് മനുഷ്യത്വമുള്ളവരെല്ലാം അത് തൻ്റെ മക്കളായി കാണുന്നതാണ് രീതി. പക്ഷേ ഈ വൃത്തികെട്ടവൻ്റെ കണ്ണിൽ മാത്രം 3 വയസ്സിൻ്റെ ബാല്യത്തെ ബാല്യമായി കാണാൻ സാധിച്ചില്ല. എന്തുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാടായ ഈ കേരളത്തിലും ഇങ്ങനെ നടക്കുന്നു? ആരാണിതിന് ഉത്തരവാദി? നിങ്ങൾക്കും നിങ്ങളുടേതായ രീതിയിൽ പ്രതികരിക്കാം. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ. ഓക്കെ, ബൈ. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.